ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ പ്രധാന കഥാപാത്രമായിട്ടെത്തിയ തുടരും എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്കുക. ഇത് തരുൺ മൂർത്തിയുടെ മൂന്നാമത്തെ സിനിമയാണ് തുടരും എന്ന് പറയുന്നത്. ഇതിന് മുന്നേ അദ്ദേഹം ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക തുടങ്ങിയ 2 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. സൗദി വെള്ളയ്ക്ക അതിൽ അത്യാവശ്യം വളരെ ക്രിട്ടിക്സ് പ്രശംസ നേടിയതും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമയുമാണ് ഈ സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 സിനിമകളും ഒരു സാധാരണക്കാരൻ്റെ കഥ പറയുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തുടരും എന്ന സിനിമയും അത്തരത്തിലൊരു സാധാരണക്കാരൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നെങ്കിലും അതൊരു ഒരു സാധാരണക്കാരൻ്റെ ഒരു റിവെഞ്ച് ഫാമിലി ഡ്രാമ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഫിലിമായിട്ടാണ് ഈ ഒരു തുടരും എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് KR സുനിലാണ്. തിരക്കഥ KR സുനിലും തരുൺ മൂർത്തിയും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ തിരക്കഥ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മോഹൻലാലിനെ കൂടാതെ ശോഭന, പിന്നെ തോമസ് മാത്യു, നമ്മുടെ ആനന്ദത്തിലെ പ്രധാന ക്യാരക്ടറായിട്ട് വന്നൊരു പയ്യനുണ്ടല്ലോ, തോമസ് മാത്യു, അതുപോലെ അമൃതവർഷിണി എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ട് മോഹൻലാലിൻ്റെ മകളുടെ ക്യാരക്ടറായിട്ട് അമൃതവർഷിണി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ കൂടാതെ അതുപോലെ മണിയമ്പിള്ള രാജു, ഇർഷാദ്, ശോഭി തിലകൻ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എടുത്തു പറയേണ്ട 2 ക്യാരക്ടേഴ്സും കൂടെ ഉണ്ട്, അത് നമുക്ക് വഴിയേ പറയാം. പിന്നെ അതുപോലെ നമ്മൾ ഫർഹാൻ ഫാസിലും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ്. അതുപോലെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫും ഷഫീഖ് ബീബിയും കൂടാണ്. നിഷാദ് യൂസഫ് എനിക്ക് തോന്നുന്നു മരിച്ചുപോയി. അദ്ദേഹം എൻ്റെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇദ്ദേഹം നിഷാദ് യൂസഫ് ഈ ഒരു ഫിലിമിൽ ഒരു ചെറിയ ക്യാരക്ടറായിട്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ഒരു ചെറിയ ക്യാരക്ടറായിട്ട് അദ്ദേഹത്തെ കാണിക്കുന്നുമുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ പ്രൊഡ്യൂസറായ M രഞ്ജിത്താണ്. രജപത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M രഞ്ജിത്താണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് കുറേ കാലത്തിന് ശേഷമാണ്, 8-10 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം പുതിയ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ വന്നത് അത്യാവശ്യം നല്ല കിടിലൊരു പടമായിട്ട് ഏകദേശം 100-200 കോടി ഒക്കെ കളക്ട് ചെയ്ത് തിയേറ്ററുകളിൽ വളരെ വലിയ ഹിറ്റായിട്ട് ഇടം നേടിയിരിക്കുന്ന ഒരു സിനിമയാണ് തുടരും എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ പറയുന്നത് ഇതിൻ്റെ കഥയെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു റിവെഞ്ച് ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഫിലിമാണ്. വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന, ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത ഒരു അടിപൊളി തിരക്കഥയാണ് ഈ ഒരു ഫിലിമിൻ്റേത്. വളരെ മയത്തിൽ, അല്ലെങ്കിൽ വളരെ ഒരു സാധാരണക്കാരൻ്റെ കുടുംബവും സാധാരണക്കാരൻ്റെ കുടുംബ പശ്ചാത്തലവും ഒക്കെ വെച്ചിട്ട് പടം പതിയെ ലൈറ്റ് ഹാർട്ടഡായിട്ട് പടം തുടങ്ങി ഒരു സ്റ്റേജിലെത്തിയിട്ട് ഒരു ത്രില്ലർ മോഡിലേക്ക് മാറുന്നതും പിന്നെ ഒരു പക്ക റിവെഞ്ച് മോഡിലോട്ട് ആ ഫിലിം പോകുന്ന, ഒരു റിവെഞ്ച് ആക്ഷൻ മോഡിലോട്ട് ഫിലിം പോകുന്ന രീതിയിലാണ് ഈ ഒരു ഫിലിമിൻ്റെ ഒരു സ്ട്രക്ചർ ഇവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലാണ്. ദൃശ്യത്തിനകത്തും ഇതുപോലൊരു ഒരു സാധാ ഫാമിലി സബ്ജക്റ്റായിട്ട് തുടങ്ങിയിട്ട് പിന്നെ വേറൊരു മോഡിലോട്ട് ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു മേർഡർ മോഡിലോട്ട് അല്ലെങ്കിൽ ഒരു ത്രില്ലർ മോഡിലോട്ട് മാറുന്ന ടൈപ്പ് ഒരു സ്റ്റോറി ലൈനാണ് ദൃശ്യത്തിനുള്ളത്. അതേപോലെ ഒരു സിമിലർ പാറ്റേൺ ആണ് ഈ ഒരു ഫിലിമും ഫോളോ ചെയ്യുന്നത്. പക്ഷേ കഥ സെയിം ആയിട്ടൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ കിടിലമായിട്ട് അടിപൊളിയായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. നമുക്ക് എമ്പുരാനിൽ മിസ് ചെയ്തത് സത്യം പറഞ്ഞാൽ തുടരും എന്ന സിനിമയിൽ കിട്ടി എന്ന് വേണം പറയാൻ. കാരണം ലാലേട്ടനെ അദ്ദേഹത്തിൻ്റെ ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഭയങ്കര എലിവേറ്റായി, ഒരു സിറ്റുവേഷൻ കൊണ്ട് അദ്ദേഹം എലിവേറ്റായി ഒരു മാസ് ക്യാരക്ടറായി മാറുന്ന ടൈപ്പ്, മാസ് ക്യാരക്ടറായി മാറുന്ന ഒരു സാധാരണക്കാരൻ, ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ലാലേട്ടൻ്റെ ഫാൻസ് അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള സിനിമകളാണ് ഇതിന് മുന്നേ ഉള്ളത്. കാരണം ആറാം തമ്പുരാനായാലും നരസിംഹമായാലും അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ, ഒരുപാട് ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് പറയാനുണ്ട്. അതുപോലെ ഈ ഒരു ഫിലിമിലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആ ഒരു ടൈപ്പ് ക്യാരക്ടറൈസേഷനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ദൃശ്യത്തിലൊക്കെ കണ്ടതുപോലെ ഒരു നോർമൽ ക്യാരക്ടറൈസേഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഗ്രാഫ് മാറുമ്പോഴെല്ലാം അതിന് ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ഈ ഫിലിമിൻ്റെ സ്റ്റോറിയിൽ തുടക്കം മുതലേ കാണിക്കുന്നുണ്ട്. പക്ക ജസ്റ്റിഫൈഡ് ആണ്. ആ ഒരു സാധാരണക്കാരൻ്റെ
ഒരു റിവെഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്യുന്ന രീതിയായാലും അതെല്ലാം പ്രോപ്പർ ജസ്റ്റിഫൈഡ് ആയിട്ട് ഒരു ലൂപ്പ് ഹോളും ഇല്ല. അത് അത്ര കിടിലമായിട്ടാണ് ഇതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസും അത്ര കിടിലമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഈ കോട്ടിട്ട് വരുന്ന അല്ലെങ്കിൽ കോട്ടിട്ട് മാസ് കാണിച്ച് സ്ലോ മോഷനിൽ വരുന്ന നായകനേക്കാളും ലാലേട്ടൻ ഏറ്റവും ചേരുന്നത് ഇത്തരത്തിലൊരു സാധാരണക്കാരനായിട്ട് വരുന്ന ഒരു ഹീറോ, ഒരു സാധാരണക്കാരൻ്റെ ഹീറോ എന്നുള്ള ഒരു ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു ഫിലിമിൽ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട 1-2 പെർഫോമൻസുകളുണ്ട്. നമ്മുടെ കുതിരവട്ടം പപ്പു ചേട്ടൻ്റെ മകനായ ബിനു പപ്പുവും അതുപോലെ ഇതിൽ ആൻറ്റി ഹീറോ ക്യാരക്ടറായിട്ട് വന്ന നമ്മുടെ എനിക്കൊന്ന് പ്രകാശ് വർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ആഡ് ഫിലിം ഡയറക്ടറാണ്. എനിക്കൊന്ന് കുറേ വർഷമായിട്ട് സിനിമയിലുള്ള തരത്തിലുള്ളൊരു പെർഫോമൻസാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞെട്ടിച്ചു കളഞ്ഞു. ലാലേട്ടൻ പണ്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അത്രമാത്രം കിടിലമായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിനും ആ ഒരു പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസും ആ പെർഫോം ചെയ്യാനുള്ള ഒരു എനർജിയും കിട്ടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫിലിമിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രമാത്രം എനർജറ്റിക് ആയിരുന്നോ അതിന് കാരണക്കാരനായ ഒരാളെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ആൻറ്റി ഹീറോ ക്യാരക്ടർ ചെയ്യുന്ന പ്രകാശ് വർമ്മ, ജോർജ് സാർ എന്ന പേരിൽ എന്ന ക്യാരക്ടറിലുള്ള പ്രകാശ് വർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഈ ലാലേട്ടൻ്റെ പെർഫോമൻസിനെയും എലിവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. കാരണം അത്ര കിടിലം പെർഫോമൻസ്, ഇത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ളതും പവർഫുൾ ആയിട്ടുള്ളതും ഇത്രമാത്രം അഗ്രസീവ് ആയിട്ടുള്ളതുമായ ഒരു വില്ലനെ സത്യം പറഞ്ഞാൽ അടുത്തെങ്ങും കണ്ടിട്ടില്ല. നമുക്ക് ഒരു അടിച്ചിടാനോ മാസ് കാണിക്കണോ ഒരു നിർബന്ധവും ഇല്ല. ഒരു നോർമലായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാൾ മതി അദ്ദേഹത്തിന്. ആ ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധാരണയായിട്ടുള്ളൊരു പോലീസുകാരനെന്ന് തോന്നുന്ന ഒരാൾ, അദ്ദേഹം ഒരു മാസ്, അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളിലും അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന എന്താ പറയുക ടോണിലും എല്ലാം അദ്ദേഹത്തിൻ്റെ പവർ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ ഒരു ഒത്ത വില്ലൻ എന്ന് പറയണമെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിലിമിനെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഭയങ്കര എൻഗേജിങ് ആയിട്ടും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടും നമുക്കൊരു ലാലേട്ടൻ്റെ മാസ് കാണുമ്പോൾ ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന തരത്തിലുള്ളൊരു മാസ് ഒരു ഫീല് നമുക്ക് കിട്ടുന്നതിനും പ്രധാന കാരണം ഈ പ്രകാശ് വർമ്മ ചെയ്ത ജോർജ് സാർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഡെപ്തും ആ ക്യാരക്ടറിൻ്റെ പെർഫോമൻസും കൊണ്ടും മാത്രമാണ്. ബിനു പപ്പുവും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരുമാണ് കൂടുതലും കോമ്പിനേഷൻ സീൻസ് വരുന്നത്. അതായത് ലാലേട്ടനും ബിനു പപ്പുവും അതുപോലെ ജോർജ് സാറായിട്ട് വന്ന പ്രകാശ് വർമ്മ, ഇവർ 3 പേരുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് എല്ലാം കിടിലമായിരുന്നു. വളരെ മനോഹരമായിട്ടൊരു പെർഫോം ചെയ്തിട്ടുണ്ട്. ഫഹാം ഫാസിലും അത്യാവശ്യം നല്ല രീതിയിൽ വളരെ നാച്ചുറലായിട്ടുള്ളൊരു സാധാരണ ക്യാരക്ടറായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹവും പെർഫോം ചെയ്തിട്ടുണ്ട്. കിട്ടിയവർക്കെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടർ അവർ ചെയ്തിട്ടുണ്ട്. ശോഭനയുടെ ക്യാരക്ടർ ഞാൻ കുറച്ചും കൂടെ നല്ല ഇതായിട്ട് പെർഫോമൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ അത്രമാത്രം ഒരു പെർഫോമൻസ് കൊടുക്കേണ്ട ഒരു സ്പേസ് ആ ഒരു ക്യാരക്ടറിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഉള്ള ഭാഗത്ത് അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തു. പക്ഷേ എന്നാലും അത്ര കിടിലം പെർഫോമൻസ് ഒന്നും പറയാനായിട്ട് ശോഭനയുടെ പെർഫോമൻസിനെ പറയാൻ കഴിയില്ല. കാരണം അതല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും അത്യാവശ്യം ഇതുപോലെ തന്നെ പെർഫോം ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ട സിനിമയുടെ മ്യൂസിക്കാണ്. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പ്രത്യേകിച്ച് ആ സിനിമയുടെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്തായാലും ഓവറോൾ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ് തുടരും എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം മോഹൻലാലിൻ്റെ സിനിമ കണ്ട് മനസ്സ് നിറഞ്ഞ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഒരു ഫീലാണ് ഈ തുടരും എന്ന സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അപ്പം എന്തായാലും തരുൺ മൂർത്തിയുടെ അടുത്ത സിനിമയ്ക്കായിട്ടും വെയിറ്റിംഗ് ആണ്. ഈ തുടരും എന്ന് പറയുന്നത് 200 അല്ല 300 കോടിക്ക് മുകളിലും തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സാണ്. കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവസാന ഭാഗങ്ങളിൽ. പക്ഷേ ഇന്നത്തെ സിനിമകളിൽ അതൊക്കെ കോമൺ ആണ്. അതൊക്കെ നാച്ചുറലായിട്ട് വരുന്ന വയലൻസ് ആയിട്ടാണ് ഈ ഫിലിമിലും കാണിച്ചിട്ടുള്ളത്. അല്ലാതെ വയലൻസിന് വേണ്ടി വയലൻസ് കാണിച്ച ഒരു ഫീലിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഓവറോൾ പടം അടിപൊളിയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.